ഡിസംബർ 9, 11 തീയതികളിലായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും. ഡിസംബർ 13 ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ തവണ 2021 നിയമസഭാ വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ 6-നാണ്. ഇക്കുറിയും ഏകദേശം ഇതേ സമയം കണക്കുകൂട്ടിയാൽ തദ്ദേശ ഫലം വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സമയം കഷ്ടി 3.5 മാസം മാത്രമാണ്. മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കണക്കുകൂട്ടിയാൽ കഷ്ടി 3 മാസം പോലുമില്ല എന്നുകൂടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. നിയമസഭയിൽ 3-ാം ഊഴം ലക്ഷ്യമിടുന്ന LDF-നായാലും 10 വർഷമായി പ്രതിപക്ഷ വേഷം കെട്ടി മടുത്ത UDF-നായാലും തൃശൂർ ജയത്തിൻ്റെ ആവേശത്തിൽ മെച്ചപ്പെട്ട പ്രകടനം സ്വപ്നം കാണുന്ന BJP-ക്കായാലും 3 കൂട്ടർക്കും ഇത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പല്ല, നിയമസഭയിലേക്കുള്ള സെമി ഫൈനൽ തന്നെയാണ്. തദ്ദേശ വോട്ട് വേറെ, നിയമസഭാ വോട്ട് വേറെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ കഴിഞ്ഞ 3 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് കണക്കുകൂട്ടിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ കണക്കുകൂട്ടിയാൽ അങ്ങനെ അല്ല എന്നതുകൂടി വ്യക്തമാവും. തദ്ദേശ ഫലത്തിന് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഏറെക്കുറെ സമാനമായിരുന്നു 3 തെരഞ്ഞെടുപ്പുകളിലെയും ഫലം. തദ്ദേശത്തിൽ അടി പതറി വീണാൽ പിന്നീട് മടങ്ങി വരാനുള്ള സമയം 3 മുന്നണിക്കും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. LDF-നും UDF-നും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശത്തിനു മുമ്പേ ജനപ്രിയ ക്ഷേമ പരിപാടികൾ സർക്കാർ പ്രഖ്യാപിച്ചതും ഭരണവീഴ്ചകൾ ചൂണ്ടിക്കാട്ടി UDF ആക്രമണം കടുപ്പിച്ചതും. തദ്ദേശ ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിൻ്റെ സൂചനയായി മാറുമോ?